ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ 3/4 കിലോ ചെറിയ ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഫ്രോസൺ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഷെല്ലും ഹെഡും എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വെയിൻ മാറ്റിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വെയിൻ റിമൂവ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ചെമ്മീൻ്റെ മുകൾ ഭാഗത്തെ കറുത്ത കളറിൽ കാണുന്ന വെയിനാണ് റിമൂവ് ചെയ്യേണ്ടത്. ആ ഭാഗത്ത് നമ്മൾ പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം അതിങ്ങ് വലിച്ചെടുത്താൽ മതി. ഈ വെയിൻ റിമൂവ് ചെയ്യാതെ നമ്മൾ കറി വെച്ചാൽ വയറുവേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ചെമ്മീൻ്റെയും വെയിന് ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇനി ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർക്കുകയാണ്. ഈ മസാലയൊക്കെ നന്നായിട്ട് ചെമ്മീനിലോട്ടൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് കിട്ടാൻ അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിക്കണേൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചെമ്മീന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ മാറ്റേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവോള, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയിലോട്ട് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് കിട്ടണം. ഇപ്പൊ സവോള ഏകദേശമൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ കഷ്ണങ്ങൾ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ അത് വെറുതെ ഒന്ന് ആ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു ചേർക്കണം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളി മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഞാൻ 2ആയിട്ട് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ചെമ്മീൻ റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. മസാലയെല്ലാം ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇളക്കി യോജിപ്പിക്കണം. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചെമ്മീനിലോട്ട് പിടിക്കണം.
അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചെമ്മീൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പല രീതിയിൽ നമ്മൾ ചെമ്മീൻ വരട്ടിയത് വെക്കാറുണ്ട്, പക്ഷെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ചെമ്മീൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.